കുഞ്ഞിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബൊറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 2 ആണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട 2 വീഡിയോസ്, അതായത് ബൊറുട്ടോയുടെ റീക്യാപ്പ് എപ്പിസോഡും ബൊറുട്ടോയുടെ ചാപ്റ്റർ 1ന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു ചാനലിന് വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ് ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ഈ പേജ് ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്ററിന് തുടക്കത്തിൽ നമ്മുടെ കോഡ് ബൊറുട്ടോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒത്തിരി അധികം അന്വേഷിച്ചു നടന്നു, പക്ഷെ നീ ഇത്ര പെട്ടെന്ന് എന്റെ ഫ്രണ്ടിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചത് പോലും. നിന്നെ കണ്ടപ്പോ ഞാൻ നന്നായിട്ട് എന്നെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ നേരത്തെ കൊണോഹയിലേക്ക് വരേണ്ടതായിരുന്നു. ഇത് കേൾക്കാൻ നേരത്ത് ബൊറുട്ടോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. നിനക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അത്രയും മോൺസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാൻ നോക്ക്. അതുകൊള്ളാം, 2 വർഷത്തിന് മുമ്പ് നീ എന്റെ ഫ്രണ്ടിൽ നിന്ന് ഓർമ്മയുണ്ട, നിനക്കൊന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നീ റിയലി ഹെൽപ്ലെസ് ആയിരുന്നു. നീ ഇപ്പൊ എന്റെ ലൈഫ് സ്പെയർ ചെയ്യും. ഞാൻ വീണ്ടും പറയുവാണ്, എത്രയും പെട്ടെന്ന് നീ ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ ഇത്തവണ നിന്റെ ലെഫ്റ്റ് ഐ മാത്രമല്ലായിരിക്കും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഞാനോർത്ത് നീ എന്നെ കളിപ്പിക്കാൻ പറയുവാണെന്ന്. നിന്റെ ഈ പറച്ചിൽ കേൾക്കാൻ നേരത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. അപ്പൊ സാരദ ബൊറുട്ടോനെ വിളിക്കുന്നുണ്ട്. സാരദ, കുറച്ചധികം ആൾക്കാർക്ക് ഇപ്പോഴും സഹായം ആവശ്യമുണ്ട്. നിനക്ക് അവരെ സഹായിക്കാൻ സാധിക്കുവോ? ഞാൻ കോഡിനെ നോക്കിക്കോളാം. അത് നിന്നെ കൊണ്ട് പറ്റുമോ? അതിനെപ്പറ്റി നീ ആലോചിക്കേണ്ട, നമുക്കത് പിന്നെ സംസാരിക്കാം. ആദ്യം നീ ജീവനോടെ ഇരിക്കാൻ നോക്കും. സാരദയ്ക്ക് ബൊറുട്ടോ അവിടെ എന്തുവാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. അതേ സമയത്ത് മറ്റൊരു സ്ഥലത്ത് ഷീക്കിട പുള്ളിക്കാരന്റെ ഷാഡോ പാരാലിസിസ് യൂസ് ചെയ്ത് 3 മോൺസ്റ്റേഴ്സിനെ അനക്കാതെ പിടിക്കുന്നുണ്ട്. ചോദിച്ചോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന് ഒരു മോൺസ്റ്ററിനെ ഇടിച്ചിട്ട് അതിനെ ചവിട്ടി ദൂരത്തേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവന്മാര് വലിയ സീനൊന്നും ഇല്ല, ഇവന്മാർക്ക് കുറച്ച് എണ്ണം കൂടുതലാണെന്ന് മാത്രം. പെട്ടെന്ന് ഇവളുടെ സൈഡിലുണ്ടായിരുന്ന ഒരു മോൺസ്റ്ററിന്റെ മേത്ത് നിന്ന് മറ്റൊരു മോൺസ്റ്റർ അവിടേക്ക് വന്ന് നമ്മുടെ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഷിക്കട കടന്ന് കാറുന്നുണ്ട്. ചോദിച്ചോ ബാക്കിലേക്ക് നോക്കും. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കാത്ത കാണുന്നത് ഈ ഒരു മോൺസ്റ്ററിനെ ഒരു പക്ഷി വന്ന് പിടിക്കുന്നതാണ്. എന്നിട്ട് ആ പക്ഷി ഇതിനെ കൊണ്ട് മേലിലേക്ക് പറക്കുന്നുണ്ട്. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ഇനോജിനായിരുന്നു. ഇനോജി ഹിമവാരിയും ആ ഒരു പക്ഷിയുടെ മേത്താണുള്ളത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എഴു മന്ദബുദ്ധി, നിന്നടല്ല ഞാൻ ഇച്ചിരുമ്പ് പറഞ്ഞത് നിന്റെ ഗാർഡ് ഡൗൺ ചെയ്യില്ല. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞതും ആ ഒരു മോൺസ്റ്റർ പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്ത് ആ ഒരു പക്ഷിയുടെ ചിറക് നശിപ്പിച്ച് കളയും. അപ്പൊ തന്നെ നമ്മുടെ ഹിമവാരി താഴത്തേക്ക് വീഴുന്നുണ്ട്. ഈ ഹിമവാരിനെ ഈ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യാനും വരും. ഇതും കണ്ടുകൊണ്ട് നമ്മുടെ കാവാക്കി വളരെയധികം സ്പീഡിൽ അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇനോജി ഹിമവാരിനെ പിടിച്ചുകൊണ്ട് മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹിമവാരി നമ്മുടെ കാവാക്കിനെ വിളിക്കുന്നുണ്ട്, ചേട്ടാ. കാവാക്കി ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായിട്ട് തിരിച്ച് ബാക്കിൽ പോയി നിന്നിട്ട് പെട്ടെന്ന് അതിനൊരു കണ്ണ് പ്രത്യക്ഷപ്പെടും. ഹിമവാരി പുള്ളിക്കാരുടെ ചേട്ടന് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാവാക്കി തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കുറെ വട്ടം പറഞ്ഞ് നീ എന്നെ ചേട്ടാന്ന് വിളിക്കില്ലെന്ന്. ഷീക്കട ആ ഒരു മോൺസ്റ്ററിന്റെ വ്യത്യാസം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇവൻ മറ്റുള്ളവരെ പോലെയുള്ള, ഇവൻ എന്തോ മാറ്റമുണ്ട്, അവൻ ലെവലപ്പ് ആയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ കവാക്കി തിരിഞ്ഞു നോക്കിയതും കവാക്കിയുടെ സൈഡിൽ കിടന്ന ആ ഒരു മോൺസ്റ്ററിന്റെ മേത്തേക്ക് ആ ലെവലപ്പ് ആയ മോൺസ്റ്റർ വന്ന് കവാക്കിനെ ഇടിച്ച് താഴത്തേക്ക് മണ്ണിലിടുന്നുണ്ട്. അങ്ങനെ ആ കവാക്കിനെ പിടിച്ചുകൊണ്ട് ആ മോൺസ്റ്റർ സംസാരിക്കുന്നുണ്ട്. ഓട്സുസൂക്കി പെട്ടെന്ന് നമ്മുടെ ഷീക്കട പുള്ളിക്കാരന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഈ മോൺസ്റ്ററിനെ അനക്കാതെ നിർത്തും. പെട്ടെന്ന് കവാക്കി പുള്ളിക്കാരന്റെ കർമ്മ ആക്ടിവേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഓട്സുസൂക്കിന്നോ. അതെനിക്ക് കേൾക്കാൻ നേരത്ത് തന്നെ ദേഷ്യമായിരുന്നു പറഞ്ഞുകൊണ്ട് ആ മോൺസ്റ്ററിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയും. ആ ലെവലപ്പ് ചെയ്യപ്പെട്ട മോൺസ്റ്റർ മരിച്ചു പോയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിന്റെ എണ്ണം വീണ്ടും വീണ്ടും കൂടാൻ തുടങ്ങും. ഇവന്മാരുടെ എണ്ണം വീണ്ടും വീണ്ടും കൂടുവാണല്ലോ. സത്യം പറഞ്ഞാൽ ഇവന്മാര് എത്ര പേരുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് വിഷയമേ അല്ല. നമ്മൾ എല്ലാരെയും ഇന്ന് തന്നെ കൊന്നിരിക്കും. ഇതേ സമയം കോഡ് പുള്ളിക്കാരന്റെ മോൺസ്റ്റേഴ്സിനെ എല്ലാരെയും നമ്മുടെ ബോറുട്ടോയുടെ ചുറ്റിനും കൊണ്ട് നിർത്തുന്നുണ്ട്. അതിൽ തന്നെ ഒരു മോൺസ്റ്റർ പെട്ടെന്ന് നമ്മുടെ ബോറുട്ടോയുടെ നേരെ ഓടി വരികയും ചെയ്യും. ബോറുട്ടോ സിംപ്ലി അതൊന്ന് സൈഡിലേക്ക് മാറിയിട്ട് തന്റെ സോഡിൽ പിടിച്ചുകൊണ്ട് ഒന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ആ ഒരു മോൺസ്റ്റർ 2 മുറിഞ്ഞു പോയതാണ്. കോഡാട്ടെ ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ള മോൺസ്റ്റേഴ്സും പെട്ടെന്ന് ബോറുട്ടോയുടെ നേരെ ഓടിയെടുക്കും. എന്നാൽ അവന്റെ നേരെ പാഞ്ഞെടുത്ത എല്ലാ മോൺസ്റ്റേഴ്സിനും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ബോറുട്ടോ മുറിക്കുന്നുണ്ട്. തന്റെ സോഡ് തിരിച്ച് ബോറുട്ടോ വെക്കാൻ നേരത്ത് പുള്ളിക്കാരന്റെ ചുറ്റും നിന്ന ഒരു മോൺസ്റ്റർ പോലും എഴുന്നേറ്റ് നിൽപ്പില്ല. പലതിന്റെ ശരീരഭാഗങ്ങൾ 2 കൈകാലുകൾ മുറിഞ്ഞുമാണ് കിടക്കുന്നത്. ഇതെല്ലാം കാണുന്ന കോഡ് നമ്മുടെ ബോറുട്ടോട് പറയുന്നുണ്ട്, സോ നീ നേരത്തെ പറഞ്ഞത് ചുമ്മാതല്ലേ? അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. നീ വീണ്ടും എന്റെ നേരെ വന്നു കഴിഞ്ഞാൽ അത് നിനക്കാണ് കൂടുതൽ നഷ്ടം. നീ വീണ്ടും വീണ്ടും എന്റെ തലയിലായിട്ട് കയറുവാണല്ലോ. അവരെനിക്ക് ഒരു ടൂൾസ് മാത്രമാണ്. അല്ലെങ്കിലും അവരുടെ എണ്ണം വെച്ച് നോക്കാൻ നേരത്ത് നിനക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും? സോ നിനക്ക് 10 ടൈൽസിന്റെ യഥാർത്ഥ ഹോണർ എന്തുവാണെന്ന് അറിയാൻ മേലല്ലേ? പിന്നെ നമ്മുടെ സാരഥനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഫയർ ബോൾ യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 4 മോൺസ്റ്റേഴ്സിന് നേരെ അവൾ ഓടിയെടുക്കും. എന്നിട്ട് തന്റെ അച്ഛന്റെ ഐക്കോണിക് മൂവ് ആയിട്ടുള്ള ചിഡോറി യൂസ് ചെയ്ത് ആ ഒരു മോൺസ്റ്റേഴ്സിനെ എല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അവൾ ഡിഫീറ്റ് ചെയ്യും. ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ള നിഞ്ചാസ് അവരോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഒരു ഗെനിൻ തന്നെയാണോ? എന്റെ റാങ്കിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പെട്ടെന്ന് അവളുടെ പുറകിലേക്ക് ഒരു മോൺസ്റ്റർ വന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. എന്നാൽ പെട്ടെന്ന് സോയിജി എന്ന് പറഞ്ഞ ഒരാൾ പുള്ളിക്കാരനെ തള്ളി മാറ്റിയിട്ട് ആ ഒരു മോൺസ്റ്ററിനെ നേരെ ചെല്ലും. ആ മോൺസ്റ്റർ ആയിട്ട് ഈ സോയിജിനെ കടിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ക്യാരക്ടറിനെ കഴിച്ച ആ ഒരു മോൺസ്റ്ററിന്റെ ശരീരം പതുക്കെ മാറാൻ തുടങ്ങും. എന്നിട്ട് അത് പൂർണ്ണമായി ഒരു ട്രീ ആയിട്ട് മാറും. ഇതെന്താണ്, അത് ഒരു ട്രീ അല്ലേ എന്ന് നമ്മുടെ സാരഥ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ദൂരത്ത് മറ്റൊരു നിഞ്ചനെ ഈ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്തു. അതും ഒരു ട്രീ ആയിട്ട് മാറും. നമ്മുടെ സാരഥയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു അവിടെ എന്താണ് സംഭവിക്കണമെന്ന്. ഫുള്ളി സർപ്രൈസ്ഡ് ആയിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ടെൻഡേൽസിനെ പറ്റി എനിക്ക് ആവശ്യത്തിന് അധികം അറിയാം. ഇവര് ഒരു ബീസ്റ്റ്
അവരാണ് ഓട്സുസുക്കിനെ കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ചത്. എന്നാൽ കണ്ണി കണ്ട എല്ലാരെയും അവർ അറ്റാക്ക് ചെയ്യും. അവർക്ക് അവസാനം ഒരു ഓട്സുസുക്കിനെ കിട്ടുന്നവരെ അതുകൊണ്ടാണ് അവരെ ബീസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ സത്യമായിരിക്കും, പക്ഷെ ഇവന്മാർക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിന്റെ മണ്ടത്തരം കാരണം ഉണ്ടായ ഒരു കാര്യമാണ്. വ്യത്യാസമോ? ഇവൻ എന്തുവാണ് ഈ പറയുന്നത്? കോഡ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ബോറൂട്ടോ പറയുന്നുണ്ട്, ഇപ്പോഴും നമ്മൾ താമസിച്ചിട്ടില്ല. നിനക്ക് പറ്റുന്ന അത്തരം മോൺസ്റ്റേഴ്സിനെ നീ നശിപ്പിക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്താൻ പോകുന്നത് എനിക്കും നിനക്കും ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത ഒരു ഫ്യൂച്ചറിലേക്കായിരിക്കും. അതുകൊള്ള ഈ മോൺസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരാൾ ഒരു ഓട്സുസുക്കിനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡിവൈൻ ട്രീ ആയിട്ട് മാറിയിട്ട് ഈ ലോകം അവസാനം നശിക്കും. ഇതിലും വലിയ എന്ത് ഫ്യൂച്ചറാണ് നീ എന്നോട് പറയുന്നത്? നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയുവാണ്, ഞാൻ നിന്നെ ജീവനോടെ വെറുതെ വിടാം. നീ എന്നെ 10 Tailsന്റെ മെയിൻ ബോഡിയിലേക്ക് എത്തിച്ചു. ബോറൂട്ടോ, നീ എന്നെ കളിപ്പിക്കാൻ നോക്കല്ലേ? നിനക്കെന്നാ നിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മുടെ ബോറൂട്ടോ പറയും ചെയ്യും, നിന്നെ കൊല്ലാൻ എനിക്ക് വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് അവസാനം നീ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്കുക. അതിന്റെ ആവശ്യമില്ല ബോറൂട്ടോ, കാര്യം ഇവിടെ മരിക്കാൻ പോകുന്നത് അത് നീയാണ്. അപ്പൊ തന്നെ ബോറൂട്ടോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മണ്ടത്തരത്തിന് വലിയ മരുന്നൊന്നുമില്ല. ബോറൂട്ടോയുടെ ചുറ്റിനും ഉണ്ടായിരുന്ന എയർ സർക്കുലേഷൻ ഒക്കെ കൂടുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോഡ് മനസ്സിലാക്കുകയും ചെയ്യും അത് ഒരു റസംഗാനാണ്. എന്നാൽ അതൊരു നോർമൽ റസംഗാൻ അല്ലായിരുന്നു. ബോറൂട്ടോ അതിനൊരു പേരിട്ടിട്ടുണ്ട്, റസംഗാൻ ഉസുഹിക്കോ. അങ്ങനെ പുതിയൊരു റസംഗാനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതേപോലെ തന്നെ നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. സോ പെട്ടെന്ന് തന്നെ സബ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും നമ്മുടെ പേജ് നിങ്ങൾക്ക് മിസ് ആകാതിരിക്കാൻ വേണ്ടി.